പ്രത്യുൽപാദനം നടത്താൻ വേണ്ടി കൂണുകൾ വായുവിലൂടെ ബീജകോശങ്ങൾ കൈമാറുന്നത് കണ്ടിട്ടുണ്ടോ? ആ അപൂർവ കാഴ്ചയാണ് ഈ കാണുന്നത്. കഞ്ചിക്കോട് എക്സൈസ് വകുപ്പിലെ പ്രിവന്റീവ് ഓഫീസർ ഫൈസൽ റഹ്മാൻ മീൻവല്ലം ഭാഗത്തുനിന്ന് പകർത്തിയ ദൃശ്യത്തിൽ ഓയിസ്റ്റർ മഷ്റൂം പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായി ബീജകോശങ്ങളെ നേരിയ പൊടി പറക്കുന്നതുപോലെ പുറത്തേക്ക് വിടുന്നത് കാണാം. പലപ്പോഴും ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് പൂമ്പാറ്റകൾ വഴിയോ വണ്ടുകൾ വഴിയോ ഒക്കെ പൂമ്പൊടി കൈമാറ്റം ചെയ്താണ് പരാഗണം സാധ്യമാകുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ഓയിസ്റ്റർ മഷ്റൂം പോലുള്ള ചില കൂണുകൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന ബീജകോശങ്ങളെ കൈമാറാൻ കാറ്റിനെയും ജലത്തെയുമൊക്കെയാണ് ഉപയോഗിക്കുക. കൂണുകളിൽ നടക്കുന്ന ബാഷ്പീകരണം വഴി ചെറിയ വായുപ്രവാഹങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെ ഓരോ ചെറു സുഷിരത്തിൽ നിന്നും ജലബാഷ്പം പുറത്തു വരുന്നത് ബീജങ്ങളെ ഉയർത്തി അവയ്ക്ക് വായുവിലൂടെ പറന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന കാറ്റ് സൃഷ്ടിക്കുന്നു. ആവശ്യത്തിന് ഈർപ്പവും ഭക്ഷണവുമുള്ള അനുയോജ്യമായ അന്തരീക്ഷമാണ് അപ്പോൾ ഉള്ളതെങ്കിൽ ഈ ബീജങ്ങൾ ദീർഘദൂരം സഞ്ചരിച്ച് പുതിയ കൂൺ ശൃംഖലകളിലേക്ക് പടരും. അങ്ങനെ അത് മുളച്ച് പുതിയ ഹൈഫകൾ വളരാൻ തുടങ്ങുകയും ഈ പ്രത്യുൽപാദന ചക്രം തുടരുകയും ചെയ്യുന്നു.